അങ്ങനെ പുതിയ വീട്ടിലേക്കുള്ള കയറിത്താമസത്തിൻ്റെ ദിവസം എത്തി. രാവിലെ തന്നെ മനോജും രമ്യയും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വീട്ടിലെത്തി. രണ്ടുപേരും കൂടി ചേർന്ന് പാലൊക്കെ കാച്ചി അതിനുശേഷം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് രമ്യയും മനോജും കൂടെ തുടങ്ങി. ഓരോ സാധനങ്ങൾ എവിടെയൊക്കെ വെക്കണം, എങ്ങനെയൊക്കെ വെക്കണമെന്നൊക്കെ കുറച്ച് നേരം അവർ തീരുമാനിച്ചു. അതിനുശേഷം ഓരോന്നും സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് രമ്യ സെറ്റിയിലൊന്ന് വിശ്രമിക്കും. അതിനുശേഷം വീണ്ടും ജോലി തുടരും. സെറ്റിയിൽ വിശ്രമിക്കുന്നതിനിടയ്ക്ക് അവൾ ആലോചിച്ചു, ഇനി ഈ മനുഷ്യന് കുത്തുവാക്ക് പറയാനോ കുറ്റം പറയാനോ ഒന്നും ചെല്ലരുതെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. കാര്യം അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സാലറി തൻ്റെ കയ്യിൽ കൊണ്ട് തന്നു, ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ വീടിൻ്റെ കാര്യം തനിക്ക് വാക്ക് തന്ന് വീട് സെറ്റ് ചെയ്തു, ഫർണിച്ചർ വാങ്ങിച്ചു, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തി അവരെ നോവിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് കുത്തുവാക്കും കുറ്റപ്പെടുത്തലും ഒന്നും ചെയ്യത്തില്ലെന്ന് അവൾ വീണ്ടും മനസ്സിൽ ഒന്നും കൂടി ഉറപ്പിച്ചു. അതിനുശേഷം മനോജിൻ്റെ അടുത്തേക്ക് ചെന്ന്, മനോജ് എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവനെ അതിൽ സഹായിക്കാനായിട്ട് ചെന്നു. അപ്പോഴാണ് കുഞ്ഞ് കരഞ്ഞത്. അങ്ങനെ മനോജ് പറഞ്ഞു, നീ എന്നെ സഹായിക്കേണ്ട, കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലൂ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ മനോജിൻ്റെ ജോലി തുടർന്നു. അവൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെയൊക്കെ നടന്നു. അവൾക്ക് വീട് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല സൗകര്യമുള്ള വീട്, നല്ല ചുറ്റുപാടും, അതുപോലെ തന്നെ വലിയ 2-3 ബെഡ്റൂമും ഉണ്ട്, വലിയ ഹാള്, കിച്ചൺ, സകല സാധനങ്ങളും വയ്ക്കാനും സൗകര്യമുണ്ട്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം. റോഡ് സൈഡാണ്, വെള്ളത്തിൻ്റെ ക്ഷാമമില്ല. പിന്നെ എല്ലാം കൊണ്ടും കൊള്ളാം. അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ട്. 10,000 രൂപ വാടക, പക്ഷേ ഇച്ചിരി കൂടുതലാണ്. പിന്നെ റോഡ് സൈഡ് വീടിനൊക്കെ അത്രയും കൊടുക്കണം. മുമ്പ് താങ്കൾ രണ്ടുപേരും കൂടി താമസിച്ചിരുന്നത് 2,000 രൂപയുടെ വീടായിരുന്നു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലക്കുറവും അതേ വീടിനാണെങ്കിലും സൗകര്യവും കുറവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് 10,000 രൂപയുടെ വീടായപ്പോഴത്തേക്കും അതിന് അപ്പുറത്ത് സൗകര്യമായി. പിന്നെ നേരത്തെ കട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കിടക്കാൻ ബെഡ് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ 3 റൂമിലും കട്ടിലും ബെഡും എല്ലാം ഉണ്ട്. ഇതിനൊക്കെ നല്ല ഒരു എമൗണ്ടായി കാണുമെന്ന് രമ്യയ്ക്ക് തോന്നി. എത്രത്തോളം പൈസ കമ്പനിക്കാർ കൊടുത്ത് സഹായിച്ചല്ലോ. ഒരുപക്ഷെ ഇയാൾ അത്രത്തോളം നല്ല രീതിയിൽ അവിടെ നിന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം. മാസം സാലറിയിൽ നിന്നൊരു തുക വെച്ച് പിടിക്കും, എന്നാലും ബാലൻസ് എന്തെങ്കിലും കിട്ടുമല്ലോ. ഇപ്പോൾ തന്നെ തൻ്റെ കയ്യിൽ ഒരു 30,000 പുറത്ത് രൂപ കൊണ്ട് തന്നു. ഓവർ ടൈമും കൂടെ കൂട്ടിയാണെങ്കിൽ അത്രയും തുക കിട്ടിയില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു പോകുമല്ലോ, ഇങ്ങനെ അങ്ങ് പോയാൽ അത്രയും നല്ലത്, അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. മാസം വാടക 10,000 പോവുമായിരിക്കും. പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിനും ഒരു തുക പോവും. എന്നാലും ഒരു സംഖ്യ വീട്ടിൽ തരാൻ കാണും. പിന്നെ തനിക്കും ജോലി ഉണ്ടല്ലോ, നല്ല രീതിയിൽ ജീവിച്ചു പോവാം. അവൾക്കിപ്പോൾ പുതിയ പുതിയ പ്രതീക്ഷകൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. മനോജിൻ്റെ മാറ്റങ്ങളായിരുന്നു അവളെ അത്ഭുതപ്പെടുത്തിയത്. അദ്ദേഹം തന്നെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാവാം താൻ ഡിവോഴ്സ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മാറിയത് അവൾക്ക് തോന്നി. കാരണം ഇത്രയും നാൾ താൻ ആ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉഴപ്പനായി നടന്നു. പിന്നെ തൻ്റെ കയ്യിൽ നിന്നും പൈസയും കാര്യങ്ങളും ഒന്നും കിട്ടാനില്ലെന്നും തിരിച്ചറിഞ്ഞ് അതെല്ലാം കൂടി കൊണ്ടിട്ടാണ് പിന്നെ താൻ ഉപേക്ഷിച്ച് പോകുമെന്നുള്ളതാണ് കൂടുതലും. അതുകൊണ്ടായിരിക്കാം നമുക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലേ, ചില നഷ്ടപ്പെടലുകൾ വരുമ്പോഴൊക്കെയാണ് നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അവൾക്ക് തോന്നി. ഇപ്പോൾ മനോജിന് ആ ഒരു ബുദ്ധി തോന്നിയല്ലോ. അതുകൊണ്ട് നല്ലൊരു ജീവിതം വീണ്ടും കിട്ടി. അപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല, താൻ തൻ്റെ കുഞ്ഞിനെയും നോക്കി നന്നായിട്ട് ജീവിക്കും. മനോജ് മാത്രമാണ് ഒറ്റപ്പെട്ടു പോകുന്നത്. എങ്ങനെയായാലും തനിക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ കുഞ്ഞിൻ്റെ അച്ഛൻ കൂടെ ഉള്ളത് ആണല്ലോ ഏറ്റവും നല്ലത്. അതുകൊണ്ട് കൂടുതൽ സന്തോഷം, അത്രയേ ഉള്ളൂ. അങ്ങനെ അവരെ ഒതുക്കിയും പറക്കിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പുറത്തൊരു സൗണ്ട്. മനോജ് പറഞ്ഞു, ആരാന്ന് നോക്കടി, ആരോ അപ്പുറത്തുനിന്ന് ആരെങ്കിലും വന്നതായിരിക്കും. നോക്കിയപ്പോഴോ മുറ്റത്ത് നിൽക്കുന്നു മനോജിൻ്റെ അമ്മയും അച്ഛനും. ഇവരിതെങ്ങനെ അറിഞ്ഞെന്നായിരുന്നു രമ്യയുടെ ചിന്ത. അവൾ വന്ന് മനോജിനോട് പറഞ്ഞു, നിങ്ങളുടെ അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്. അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി. ആ സത്യം, ആര് പറഞ്ഞു അവരോട്? നീ വിളിച്ച് പറഞ്ഞോ? പിന്നെ എനിക്കതല്ലേ ജോലി, അവൾ പറഞ്ഞു. അവൻ മനസ്സിൽ വിചാരിച്ചു, ഭഗവാനെ, ഇനി ഇവിടെ താമസിക്കാനെങ്ങാനും വരുവാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രമ്യയായിട്ട് ചേരത്തില്ല. ഇവരുടെ ഈ സ്വഭാവ രീതികളും വൃത്തിയില്ലായ്മയൊന്നും അവൾക്ക് പിടിക്കില്ല. എങ്ങനെയെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കാനാണ് ഒരു വാടക വീട് കണ്ടെത്തിക്കൊണ്ട് വന്നത്. ദാണ്ട വന്ന് നിൽക്കുന്ന മുമ്പിൽ. മിക്കവാറും എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ ആയിരിക്കും പറഞ്ഞത്. അവരേത് സമയവും എൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കാര്യങ്ങൾ അറിയാൻ, എന്തോ പറയാനെന്ന് പറയാൻ.
വന്നതല്ലേ, എന്തായാലും ഇനി വഴക്കൊന്നും പറയണ്ട, അകത്തേക്ക് വിളിക്കാമെന്ന് വിചാരിച്ച് അവൻ അകത്തേക്ക് വിളിച്ചു. രമ്യയോട് പറഞ്ഞു, രമ്യയെ ഒരു ചായ ഇടുമോളെ, അമ്മയ്ക്കും അച്ഛനും കൂടി. അങ്ങനെ അവൾ അടുക്കളയിലേക്ക് പോയി. ആ ഒരു സംസാരമൊക്കെ അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം ഇതുവരെയും അങ്ങനെ സ്നേഹത്തോടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും അല്ലേ വന്നിരിക്കുന്നത്. താനൊരു ഒരുമാതിരിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല. ഒന്നാമതിപ്പോൾ മനോജ് നല്ലോണം നിൽക്കുന്നു. അപ്പോൾ പിന്നെ അവർ അമ്മയോടും അച്ഛനോടും ഒക്കെ താൻ നല്ല രീതിയിൽ നിന്നെങ്കിലല്ലേ അദ്ദേഹത്തിന് തന്നോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. അവൾ അടുക്കളയിലേക്ക് പോയി നല്ല സ്ട്രോങ് ആയിട്ട് 2 ചായ ഇട്ടുകൊണ്ട് വന്ന് അമ്മയ്ക്കും അച്ഛനും കൊടുത്തു. അതിനുശേഷം ചിരിച്ച് അവരോട് നല്ലതുപോലെ സംസാരിച്ചു. അമ്മ വീടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. നല്ല വീടാണല്ലോ മോനെ, എത്ര രൂപയാണ് വാടക? വാടക 10,000 എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പോൾ എരിച്ചിടും. വാടകയൊക്കെ അവളെ അമ്മയെ കൊടുക്കുന്നത്. അവൻ വിഷയം മാറ്റി. അവൾക്ക് മനസ്സിലായി അമ്മയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മനോജ് അങ്ങനെ സംസാരിച്ചതെന്ന്. അവരൊന്നും മിണ്ടിയില്ല. നിനക്ക് സാലറി ഒന്നും കിട്ടത്തില്ലേ? മനോജിനെ നോക്കി അവർ പറഞ്ഞു. അത് കിട്ടും, അത് ചെറിയ സംഖ്യയല്ലേ ഉള്ളമ്മ, അവൾക്ക് നല്ല സാലറി ഉണ്ടല്ലോ, അവൾ കുറേ വർഷമായില്ലേ ജോലിക്ക് കയറിയിട്ട്. എന്നെ കാര്യങ്ങളെല്ലാം അവളങ്ങ് നോക്കും, അതുകൊണ്ടാണ് ഇത്രയും വലിയ വീടൊക്കെ എടുത്തത്. അവൾ എടുത്ത വീടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ താമസിക്കാൻ വരുന്ന കാര്യം ഒരു പക്ഷേ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഉദ്ദേശം അമ്മയ്ക്ക് ഉണ്ടോ എന്നും അവനറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവളെടുത്ത വീടാണെന്ന് പറഞ്ഞാൽ അമ്മ അവിടെ നിൽക്കാൻ കൂട്ടാക്കില്ല. കാരണം അമ്മയ്ക്ക് സ്വന്തമായി വീടും വസ്തുവും എല്ലാം ഉണ്ട്. വീട് ചെറുതാണെങ്കിലും ഉള്ളത് വൃത്തിയായി സൂക്ഷിക്കാൻ അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ പിന്നെ അമ്മയെ ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവളുമായിട്ട് ചേരില്ല, വീണ്ടും പഴയ രീതിയിലുള്ള ജീവിതമാകും. അവളെടുത്ത വീടായെന്ന് അറിഞ്ഞത് കൊണ്ടായിരിക്കാം അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയാൽ മതിയെന്നായി. അന്നത്തെ ദിവസം അവിടെ നിൽക്കാൻ അവൻ പറഞ്ഞുവെങ്കിലും അമ്മ പറഞ്ഞു, വേണ്ട മോനെ പോട്ടെ, അവിടെ വീട് ഇട്ടിട്ട് വരുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുകയുമില്ല, അവരുടെ പൈസക്കെടുത്ത വീടല്ലേ. അവനത് കാര്യം മനസ്സിലായി. അവളെടുത്ത വീടായതുകൊണ്ടാണ് അവർക്ക് നിൽക്കാൻ താല്പര്യമില്ലാത്തതെന്ന്. എങ്കിൽ പോന്നെങ്കിൽ പോട്ടേന്ന് അവൻ വെച്ചു. ഉച്ചയ്ക്ക് ശേഷം പോയാൽ പോരെ, അവൻ ചോദിച്ചു. വേണ്ട, ഞങ്ങൾ പോന്നു. അങ്ങനെ കുറച്ചു നേരം കറങ്ങി നിന്ന് വീടിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചുമൊക്കെ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അവർ 2 പേരും വീട്ടിൽ നിന്ന് പോയി. അതിനുശേഷം മനോജ് പറഞ്ഞു, അമ്മയും അച്ഛനും എങ്ങനെ അറിഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വിളിച്ച് പറഞ്ഞില്ല, നീയും പറഞ്ഞില്ല, പിന്നെ എങ്ങനെ അറിഞ്ഞു? അറിയാനാണോ പാട്? നിങ്ങളെ കൂട്ടുകാരന്മാരെ ആരെങ്കിലും വിളിച്ച് കാണുമായിരിക്കും. ഞാനങ്ങ് പേടിച്ചു പോയി. അമ്മ ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുമെന്നായിരുന്നു എൻ്റെ ഭയം. നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല, രമ്യ പറഞ്ഞു. അമ്മയുടെ വൃത്തിയില്ലായ്മയാണ് എനിക്ക് പിടിക്കാത്തത്. അമ്മ അവിടുത്തെ വീട് തന്നെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? ഇപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടായിരിക്കും പോണത്. തിരിച്ചു വരുമ്പം വൃത്തികേടാക്കി വെച്ചിരുന്നാൽ ഞാൻ എന്തെങ്കിലും പറയും. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവും. നമ്മളെപ്പോലെ തന്നെ നീറ്റ്നെസ്സും വൃത്തിയായിട്ട് ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് അമ്മയുടെ സ്വഭാവം അങ്ങനെയല്ലല്ലോ. അത് സത്യമാണ്, അവൻ പറഞ്ഞു. അതിനുശേഷം ജോലിയൊക്കെ കഴിഞ്ഞ് 2 പേരും കുഴഞ്ഞു. ഇടയ്ക്ക് അയൽപ്പക്കത്തുള്ള ആൾക്കാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്തു. എവിടെ ഉള്ളവരാണ്, എന്തുവാ, ഏതാ, ജോലിയുണ്ടോ, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് പോയി. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവരെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കുഴഞ്ഞപ്പോൾ രമ്യ പറഞ്ഞു, നമുക്കിന്ന് ഉച്ചഭക്ഷണം വെളിയിൽ നിന്നാക്കാൻ രവിയേട്ടാ, എനിക്കിനി കിടന്ന് നമുക്ക് ഉച്ചഭക്ഷണം വെളിയിൽ നിന്നാക്കാം മനോജേ, എനിക്കിനി കിടന്ന് വെക്കാനൊന്നും വയ്യ, നടു ഇപ്പം തന്നെ പോയി. എങ്കിൽ ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം. മനോജ് രമ്യയോട് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ അവൻ കടയിൽ പോയതിന് ശേഷം രമ്യ കൊച്ചിനെ കുറച്ച് നേരം കൊഞ്ചിച്ചു. അപ്പുറത്തെ ചേച്ചിയോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തിരക്കി. അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ അമ്മയും അച്ഛനെയും കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മയും അച്ഛനും അങ്ങ് ദൂരെയാണ്. അമ്മയും അച്ഛനുമായിട്ട് മനോജ് അധികം ചേരാത്തത് കൊണ്ടാണ് അവരെയൊന്നും വിളിക്കാത്തത്. ചേട്ടന് അമ്മയും അച്ഛനുമായിട്ടൊന്നും വലിയ അടുപ്പമില്ല. മോളും പോകാറില്ലേ? ഞാനിടയ്ക്ക് പോകാറുണ്ട്. പിന്നെ ചേട്ടൻ അവരുമായിട്ടൊന്നും ചേർത്തില്ലല്ലോ, അതുകൊണ്ട് വലിയ അടുപ്പമൊന്നും ഇല്ലാത്ത അവൾ ഒഴിഞ്ഞു മാറി. അവളുടെ ഡീറ്റെയിൽസൊന്നും ആരോടും ഷെയർ ചെയ്യാൻ അവൾക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, ഫാമിലി വിഷയങ്ങളാവട്ടെ, സ്വന്തം കാര്യങ്ങളാവട്ടെ, ഒന്നും മറ്റൊരാളോട് ഷെയർ ചെയ്യുന്നത് രമ്യയ്ക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. നമ്മുടെ നല്ലത് മാത്രം മറ്റുള്ളവരറിഞ്ഞാൽ മതി, മോശം കാര്യങ്ങളൊന്നും ആരും അറിയരുത് എന്നതാണ് അവളുടെ ഒരു പോളിസി. അതുകൊണ്ട് തന്നെ എല്ലാവരോടും അവൾ കുറച്ച് അകലം പാലിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.